ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന മ്യൂ എന്താണെന്നാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ തന്നെയാണ്. ദ മീൻ ടെൽസ് ദ ആവറേജ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. ഫോർ എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു സം ഓവർ എക്സ് ഐ എഫ് ഓഫ് എക്സ് ജെ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതായത് മൾട്ടിപ്ലൈ ഈച്ച് വാല്യൂ ഓഫ് എക്സ് ഐ ബൈ ഇറ്റ്സ് പ്രോബബിലിറ്റി എഫ് എക്സ് ജെ ദെൻ ആഡ് ഇറ്റ് ഓൾ. അതായത് എഫ് ഓഫ് എക്സ് ജെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബബിലിറ്റിയാണ്. അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് അതിൻ്റെ ഓരോ ഈച്ച് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മീൻ. ഫോർ എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം സം ഓവർ എന്താവും, അത് ഇൻറ്റഗ്രേഷൻ ആവും. അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു എച്ച് എഫ് ഓഫ് എച്ച് ഡി എക്സ് എന്ന് വരും. അതായത് ഇൻറ്റിഗ്രേറ്റ് എച്ച് എഫ് ഓഫ് എച്ച് ഓവറോൾ ഓൾ വാല്യൂസ്. ദെൻ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെഷർ ഓഫ് സ്പ്രെഡ്. അതായത് എത്രമാത്രം ആ മെഷർ നമ്മുടെ റിയൽ വാല്യൂന്നോ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ് വേരിയൻസ്. വേരിയൻസ് ടെൽസ് ഹൗ മച്ച് വാല്യൂ സ്പ്രെഡ് അറൗണ്ട് ദ മീൻ. ഫോർ എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് സം ഓവർ എക്സ് ജെ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എഫ് ഓഫ് എക്സ് ജെ. അതായത് ടേക്ക് ദ ഡിഫറൻസ് ഫ്രം മീൻ. അതായത് നമ്മൾ മീനിൽ നിന്ന് എത്രമാത്രം ഇത് വേരി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ കാണുക, മൾട്ടിപ്ലൈ ദ പ്രോബബിലിറ്റി, ദെൻ ആഡ് ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് എഫ് ഓഫ് എക്സ് ജെ. അപ്പോൾ ഫോർ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പം അതെന്താവും, സം ഓവർ എന്നുള്ളത് ഇൻറ്റഗ്രേഷൻ ആവും. പിന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്താണെന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ. അതായത് ജസ്റ്റ് സ്ക്വയർ ദ റൂട്ട് ഓഫ് വേരിയൻസ്. അതായത് വേരിയൻസിൻ്റെ റൂട്ട് എടുത്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇറ്റ് ഗിവ്സ് ദ സ്പ്രെഡ് ഇൻ ദ സെയിം യൂണിറ്റ് ആസ് എക്സ്. ശരിക്കും ഇവിടെ ടോട്ടലി പറയുന്നത് മീൻ ഈസ് ഓൾസോ റിട്ടേൺ ആസ് ഇ ഓഫ് എക്സ്. ദാറ്റ് ഈസ് അതായത് മീൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. മീൻ എന്ന് പറയുന്നത് ശരിക്കും എക്സ്പെക്റ്റേഷൻ വാല്യൂ തന്നെയാണ്. അപ്പോൾ വേരിയൻസ് ഈസ് ഓൾവേസ്, അതായത് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു കോയിൻ, ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു വിചാരിക്കും. അപ്പം റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് എടുത്തെന്ന് വിചാരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് എടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആകാൻ, ഇപ്പോൾ 0 ടെയിലാകാൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഹാഫ് ആയിരിക്കും. 1 ഹെഡ് എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഹാഫ് ആയിരിക്കും. അപ്പം മീൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് 0 × 1 പ്ലസ് 1 × 0 × ഹാഫ് പ്രോബബിലിറ്റി. അതായത് ആ വേരിയബിൾ എക്സ് ഐ ഇൻറ്റു പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ 0 × ഹാഫ് പ്ലസ് 1 × ഹാഫ് ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടും. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ അതെന്ന് പറഞ്ഞാൽ 0 - ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് 0 - ഹാഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ഹാഫ് പ്ലസ് 1 - ഹാഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഇനി നമ്മളൊരു എക്സാമ്പിൾ 2 ആയിട്ട് കൺസിഡർ ചെയ്താൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വാല്യൂസ് എല്ലാം ഈക്വലി സ്പേസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 1/b - a ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എഫ് എന്ന് പറയുന്നത് 0 ആകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു a+b/2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ a to b x - a+b/2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - b/a dx എന്ന് വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ b/a ഹോൾ സ്ക്വയർ 12 എന്ന് കിട്ടും. അത് ഈ ടെക്സ്റ്റിൽ ഇവിടെ സോൾവ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. മീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ ഡാറ്റയും, വേരിയൻസ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് ദ ഡാറ്റയും, ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ സ്പ്രെഡ് ഇൻ ദ യൂണിറ്റ്സും ആണ്. ഇവിടെ ഇപ്പം നമുക്ക് 3-4 ഗ്രാഫ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് കാണിക്കുന്നത് വെച്ചാൽ മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം വേരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പ്രെഡാണെന്ന് അറിയാം. അപ്പോൾ ലാർജ് ഇൻ്റർവെല്ലിൽ നല്ല സ്പ്രെഡ് ഉണ്ടെങ്കിൽ ലാർജ് വേരിയൻസ് ഉണ്ടാവും, മോർ സ്പ്രെഡ് ഉണ്ടാവും. അപ്പം സ്മോളർ ഇൻ്റർവെല്ലാണെങ്കിൽ സ്മോൾ വേരിയൻസ് ഉണ്ടാവാം.
അപ്പോൾ ഈ ഗ്രാഫ് ഷോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോത്ത് ഡിസ്ട്രിബ്യൂഷൻ ഹാവ് ദ സെയിം മീൻ 0.5 ബട്ട് ഇറ്റ് ഹാവ് ദ ഡിഫറെൻറ്റ് വിഡ്ത്ത്, അതായത് ഡിഫറെൻറ്റ് വേരിയൻസും ബട്ട് സെയിം മീനുമാണ്. അപ്പോൾ വിഡ്ത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത് മോർ സ്പ്രെഡും ലാർജർ വേരിയൻസ് ഉണ്ടാവും. ഇപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എബൌട്ട് ദ പോയിൻറ്റ് സി ആണെങ്കിൽ എഫ് ഓഫ് സി മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി പ്ലസ് എക്സ് എന്നായിരിക്കും, അതായത് മ്യൂ ഇസ് ഈക്വൽ ടു സി ആയിരിക്കും. ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഓഫ് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ അത് സപ്പോസ് വി ക്രിയേറ്റ് ന്യൂ വേരിയബിൾ എച്ച് സ്റ്റാർ ആണെങ്കിൽ അതെന്ന് പറയുന്നത് A1 പ്ലസ് A2 എക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂ മീൻ എന്ന് പറയുന്നത് അതുപോലെ മ്യൂ സ്റ്റാർ എടുക്കുക, A1 പ്ലസ് A2 മ്യൂ, അതാണ് ന്യൂ മീൻ. അതുപോലെ ന്യൂ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ സ്ക്വയർ എന്ന് പറയുന്നത് A2 സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ. പ്രൂഫ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മീൻ, അതുപോലെ പ്രൂഫ് ഓഫ് വേരിയൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോയുടെ ഫൈനലിൽ ഇതിൻ്റെ ഡെറിവേഷൻ ആഡ് ചെയ്യും. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീൻ ആവറേജ് വാല്യൂയാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഡെഫിനേഷൻ ജി ഓഫ് എക്സ് എടുത്താൽ ഇ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ദിസ് ടെൽസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനി ഫംഗ്ഷൻ ഓഫ് എക്സ് ദാറ്റ്സ് ഇൻ ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ ഇ ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ഓവർ ജി എക്സ് ജെ എഫ് ഓഫ് എക്സ് ജെ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ്, നമ്മൾ ഈ മീനും വേരിയൻസും പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും പറയുന്ന പോലെ തന്നെ. അതുപോലെ മൊമെൻറ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഷേപ്പ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിനെയാണ് മൊമെൻറ്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേത്ത് മൊമെൻ്റ് ആണെങ്കിൽ ഇ റേസ് ടു എച്ച് റേസ് ടു കേത്ത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇ റേസ് ടു ഇപ്പം എച്ച് സ്ക്വയർ ആണെങ്കിൽ അത് വേരിയൻസ് ആയിട്ട് നമ്മൾ എഴുതും, സിഗ്മ സ്ക്വയറിന് എഴുതുന്ന പോലെ. അതിൽ പിന്നെ എന്ന് പറയുന്നത് സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ മെഷർ ഓഫ് സ്പ്രെഡ് എബൌട്ട് ദി മീൻ, അതായത് അത് വേരിയൻസ് തന്നെയാണ്. അതായത് എക്സ് മൈനസ് മ്യൂ റേസ് ടു കെ, ഇ ഓഫ് എക്സ് മൈനസ് മ്യൂ റേസ് ടു കെ. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് മീനും സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് വേരിയൻസും ആണ്. അതായത് ഫസ്റ്റ് മൊമെൻറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സും സെക്കൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഇ ഇൻറ്റു എക്സ് മൈനസ് മ്യൂ സ്ക്വയറും ആണ്. അപ്പോൾ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇ ഓഫ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആയിരിക്കും. അതായത് നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓഫ് മീന് ഇത് സിംപ്ലി അതായത് മീൻ ഷിഫ്റ്റ് സ്കെയിലാന്ന് തന്നെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഈ പ്രൂഫ് ഓഫ് വേരിയൻസ് ട്രാൻസ്ഫോർമേഷൻ സിമിലർ ഇതുപോലെ തന്നെയാണ്.